ഇന്ന് ജനുവരി 28 ചൊവ്വാഴ്ച ദിവസം. അപ്പൊ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് നമുക്ക് ഇന്ന് മാർക്കറ്റിലെ ഓപ്പണിംഗ് സിനാരിയോസ് ഒക്കെ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമുക്ക് നിഫ്റ്റി ഇപ്പം ഏത് ലെവലിൽ ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഇത് നിങ്ങളിപ്പോൾ കാണുന്ന നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടാണ്. അപ്പൊ നമുക്ക് ഇതിനകത്തൊന്ന് ചാർട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നിഫ്റ്റി അതിന്റെ ഒരു 8-9 ദിവസത്തെ പ്രീവിയസ് ഒരു 8-9 ഡേയ്സിലെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിരുന്നത് അത് ബ്രേക്ക് ഡൗൺ ചെയ്തു. ക്ലിയർലി അത് ബ്രേക്ക് ഡൗൺ ചെയ്തു. ഇന്നലത്തെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണോട് കൂടി ആ ഒരു റേഞ്ചിന്റെ ലോ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി ക്ലോസ് ചെയ്തു. ഇത് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലെവലുകൾ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഈ ചാർട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതായിരുന്നു ആ ഒരു റേഞ്ച്. ഈ ഒരു റേഞ്ച് ഇതൊരു 8-9 ഡേയ്സിന്റെ റേഞ്ചാണ്. ആ റേഞ്ച് നിഫ്റ്റി ക്ലിയർലി ഇന്നലെ ബ്രേക്ക് ഡൗൺ ചെയ്തു. പക്ഷെ ഇന്നലെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്കകത്ത് ആ ഒരു റേഞ്ചിന്റെ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ടില്ല ഇപ്പോഴും. അതായത് ഈ ജനുവരി 13 ലോ ബാങ്ക് നിഫ്റ്റി അതായത് ഇന്നലെ തിങ്കളാഴ്ച ദിവസം ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ബാങ്ക് നിഫ്റ്റിക്ക് ക്ലിയർലി ആ ഒരു ജനുവരി 13 ലോയുടെ ഒരു സപ്പോർട്ട് ഇപ്പോഴും നിപ്പുണ്ട്. അപ്പം ആ ഒരു ലോയില് ജനുവരി 13 ലോയില് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ച് ഏറ്റവും ഒരു ക്രൂഷ്യൽ ലെവൽ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ലോയാണ്. ബാങ്ക് നിഫ്റ്റിയും കൂടെ ഈ ഒരു ജനുവരി 13 ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ നിഫ്റ്റിയിലും ഇന്ന് വീണ്ടും ഒരു ഫർദർ സെൽ ഓഫ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ക്രിട്ടിക്കൽ ലെവൽ, അതായത് ജനുവരി 13 ലോ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഈ ലോ നിങ്ങൾ ക്ലോസ്ലി വാച്ച് ചെയ്യുക. അതുകൂടാതെ ഇന്ന് നമുക്ക് നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ നിഫ്റ്റിയുടെ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ, അതായത് ഞാനിപ്പം വീഡിയോ ചെയ്യുന്ന ഈ ഒരു 8:38 സമയത്ത് നിഫ്റ്റി നിങ്ങൾ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വേറൊരു കാര്യം, നിഫ്റ്റി ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതായത് നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മളിപ്പോ ഈ കാണുന്നത്. നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതായത് നിഫ്റ്റിയുടെ ഇന്നലത്തെ ക്ലോസിംഗ് ഈ ലെവലായിരുന്നു. അതായത് 22,823 ഏകദേശം ആ ലെവലിൽ തന്നെയാണ് നമ്മുടെ നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത്. അതിനുശേഷം ഇന്ന് നിഫ്റ്റി രാവിലെ 4:35 ഓപ്പൺ ആയത് ഒരു ഗ്യാപ്പ് ഡൗണോട് കൂടി ഓപ്പൺ ആയെങ്കിലും ആ ലോ തിരിച്ചു പിടിച്ചു. അതിനുശേഷം ഇപ്പം അത് അവിടുന്ന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ് ട്രെൻഡിൽ അത് മുകളിലോട്ട് പോയിട്ട് കുറെ നേരം ഒരു റേഞ്ചിൽ നിന്ന് അത് കളിച്ചു. അതിനുശേഷം അത് വീണ്ടും മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം മണി 8:35 ഇപ്പം നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 22,953. ഇവിടെ നിന്ന് വീണ്ടും ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണ് മുകളിലോട്ട്. അപ്പൊ നമ്മൾ ഇപ്പം ഈ ഒരു ലെവൽ, അതായത് 22,965 നിഫ്റ്റി നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഇന്നിപ്പം നിഫ്റ്റിയുടെ ഓപ്പണിങ് 22,965 എന്ന് പറയുമ്പോഴത്തേനും ഏകദേശം ഈ ഒരു ലെവൽ വരും. അതായത് നിഫ്റ്റി ഇന്ന് നമ്മുടെ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ഈ ഒരു ലെവൽ, അതായത് ഇന്നലത്തെ PDH തൊട്ട് താഴെ 22,970 ലെവലിലാണ് നിഫ്റ്റി എന്ന്. അപ്പം ഈ ലെവലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പോടുകൂടി ആയിരിക്കും നിഫ്റ്റി ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് റെസിസ്റ്റൻസ് PDH ഉണ്ട്. ഇൻ കേസ് ഇപ്പൊ PDH മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു സിനാറിയോ നമുക്ക് നോക്കാം. അതായത് നിഫ്റ്റി ഇന്നിപ്പോ PDH മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മിക്കവാറും ഈ ഒരു ഗ്യാപ്പ്, അതായത് ഇന്നലത്തെ ആ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇന്നലത്തെ ഒരു ഗ്യാപ്പ് ഡൗണിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത, ഇതാണ് ഗ്യാപ്പ്. ഇന്നലെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടായി. അപ്പൊ ആ ഗ്യാപ്പിന് ശേഷം ആ ഗ്യാപ്പ് ഇന്നലെ നിഫ്റ്റിക്ക് ഫില്ല് ചെയ്യാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പൺ ക്യാൻഡലിന്റെ ലോയും ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി താഴോട്ട് പോയി. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലെ ഒരു ബിയറിഷ് ക്ലോസിംഗ് ആയിരുന്നു.
ഇന്നലത്തെ നിഫ്റ്റിയുടെ ക്ലോസിംഗ് എന്ന് പറയുന്നത് അതായത് PDC PDനോട് തൊട്ട് അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ലെവൽ വെച്ചിട്ട് ഇന്ന് ഇപ്പൊ നിഫ്റ്റിയിൽ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ്. അപ്പൊ അത് നിയർലി PDHനടുത്ത് സംഭവിക്കുന്ന സാധ്യത വളരെ കൂടുതലാണ്. ഇൻ കേസ് ഈ PDHന് തൊട്ട് താഴെ ഒരു റെഡ് ക്യാൻഡിലോട് കൂടിയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ഒരു സപ്പോർട്ട് ഇതെടുക്കാൻ ഈ ഒരു ലെവൽ സപ്പോർട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഈ ഒരു സപ്പോർട്ടിൽ ഒരു 5-10 മിനിറ്റ് നിന്നിട്ട് വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ വീണ്ടും നിഫ്റ്റി PDയിലോട്ട് വന്ന് ടച്ച് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഞാൻ ജസ്റ്റ് ആ സിനാറിയോ കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. അതായത് ഇപ്പൊ നിഫ്റ്റി ഇന്നിപ്പം ഇവിടെ ഈ ഒരു PDHന് തൊട്ട് താഴെ ഒരു റെഡ് ക്യാൻഡിലോട് കൂടിയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്രീവിയസ് സ്വിംഗ് ഹൈ അതിനുശേഷം വീണ്ടും ഒന്ന് മേലോട്ട് പോയി വീണ്ടും ചിലപ്പോൾ ഒരു PDHൽ വന്നിട്ട് വീണ്ടും ഇത് വന്നിട്ട് ഈ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ 2 പോസിബിലിറ്റിയാണ് ഇപ്പൊ പറയുന്നത്. ഒന്ന് PDHന് മുകളിലാണ് ഇന്നത്തെ ഗ്യാപ്പ് ഒപ്പായിട്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അതിനുശേഷം PDHന് മുകളിൽ ഒരു അരമുക്കാൽ മണിക്കൂർ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി അതല്ല PDHന് തൊട്ട് താഴെ റെഡ് ക്യാൻഡിലോട് കൂടിയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ PDH സിവിയർ റെസിസ്റ്റൻസോട് ആക്ട് ചെയ്തിട്ട് ഈ ഒരു സ്വിംഗ് ഹൈ യുടെ മുകളിൽ ഓപ്പൺ ചെയ്ത് ഇതൊരു സപ്പോർട്ടായിട്ട് ഇവിടെ ആക്ട് ചെയ്യും. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ PDH ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നിട്ട് PDLന് അടുത്തോട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോഴത്തേനും നിങ്ങൾ ട്രേഡ് അങ്ങനെ പ്ലാൻ ചെയ്യുക. PDHന് മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കോൾ ഓപ്ഷൻ മേടിച്ചു കഴിഞ്ഞാൽ പോലും ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ലെവൽ എന്ന് പറയുന്നത് അധികം അവിടെ ഒരു സ്പേസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് വലിയ റിസ്ക് റിവാർഡുള്ള ഒരു ട്രേഡ് ഇവിടെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് 78 പോയിന്റ്സിന്റെ ഗ്യാപ്പേ ഉള്ളൂ ഈ ഒരു PDHും ഈ ഇന്നലെ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പുമായിട്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. PDHന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു റിസ്ക് റിവാർഡ് ട്രേഡ് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഏറ്റവും നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ളത് ഈ PDHന് തൊട്ട് താഴെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് ഈ ഒരു ലെവലിലോട്ട് വന്നിട്ട് വീണ്ടും ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്രയും വരെ പോകാനുള്ള ഒരു പോസിബിലിറ്റി ഒരു സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഏകദേശം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു 150 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് നമുക്ക് ഈ ഒരു പ്രീവിയസ് സ്വിംഗ് ഹൈ ഒരു സപ്പോർട്ട് ബ്രേക്ക് എടുത്ത് താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്കുണ്ടാകും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ January 13 ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു ലോ നിങ്ങൾ വാച്ച് ചെയ്യുക. അതിനുശേഷം ഇന്ന് നിഫ്റ്റിയുടെ ഓപ്പണിങ് എവിടെയാണെന്നുള്ളത് നിങ്ങൾ ഗിഫ്റ്റ് നിഫ്റ്റിയും കൂടെ വാച്ച് ചെയ്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ലെവലുകൾ വെച്ചിട്ട് നിങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.